നമസ്കാരം. അന്നമ്മ അടുക്കളയിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ ബിരിയാണിയാണ്. എന്തൊക്കെ സാധനങ്ങളാണ് അതിന് വേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഇത് ഉണ്ടാക്കുക എന്നുള്ളത്. ചിക്കൻ ബിരിയാണിക്ക് നമ്മൾ ആദ്യം നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണിത്. ഇതൊരു 2 കിലോ ചിക്കൻ ഉണ്ട്. ഈ ചിക്കൻ നന്നായി കഴുകി അവസാനം ഒരു ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് കഴുകുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഉളുമ്പ് മണമൊക്കെ അങ്ങ് മാറിക്കിട്ടും. കഴുകി നല്ലോണം വെള്ളം പോയിട്ട് വേണം നമ്മൾ ഇതിനകത്ത് മസാലയൊക്കെ തിരുമ്മാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഈ വെള്ളത്തിനകത്തേക്ക് ചേർന്ന് പോകും. അവസാനം ചിക്കൻ വാരി വറക്കാൻ വെക്കുന്ന സമയത്ത് മസാല ഉള്ള വെള്ളം നമ്മളെല്ലാം എടുത്ത് കളയേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായി വെള്ളം പോയതിന് ശേഷം വേണം ഈ മസാലകളൊക്കെ ഇതിലേക്ക് തിരുമ്മി വെക്കാൻ. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ചിക്കനകത്ത് ഇത് വറക്കണം. അത് വറക്കാൻ വേണ്ടിയിട്ട് വേണ്ട മസാലകൾ ഈ ചിക്കനിൽ നന്നായി തിരുമ്മി ഒരു 1/2-3/4 മണിക്കൂർ നമ്മൾ വെക്കണം. അത്രയും തിരക്കുള്ളവർക്ക് ഒരു 20 മിനിറ്റൊക്കെ വെച്ചാലും മതി. എന്നാലും വെക്കുന്ന സമയം കൂടുന്നതനുസരിച്ചായിരിക്കും അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ 2 കിലോ ചിക്കനകത്തേക്ക് ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിലേക്ക് തേക്കാൻ പോകുന്നത്. ഈ സാധനങ്ങൾ തേച്ച് തിരുമ്മി നന്നായി മൂടി ഒരു 1/2-3/4 മണിക്കൂർ നമുക്ക് വെക്കാം. നമ്മളിത് നന്നായിട്ട് തിരുമ്മി കഴിയുമ്പോൾ നമുക്ക് കാണാം ഡ്രൈ ആയിരിക്കുന്ന പോലെ തോന്നും, ഒട്ടും വെള്ളമില്ലാത്ത പോലെ. രസം സാരമില്ല, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടായി ഇത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി നന്നായിട്ട് നനയും. ഒന്ന് മൂടി വെച്ച് വെയിറ്റ് ചെയ്യും. നമ്മൾ മുളക് പുരട്ടി വെച്ച ചിക്കൻ ഇപ്പോൾ ഒരു 1/2 മണിക്കൂറിൽ കൂടുതലായി. 1/2 മുതൽ 3/4 മണിക്കൂർ വരെയാണ് നമ്മളിത് വെക്കേണ്ടത്. ഞാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. നല്ല ചൂടായ എണ്ണയിലേക്ക് ഈ ചിക്കൻ നമുക്ക് വറുത്ത് കൊടുക്കാം. ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വറുക്കാതിരിക്കാൻ ശ്രമിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്, കാരണം ചിക്കൻ അങ്ങനെ മൊരിഞ്ഞു പോവുകയല്ല വേണ്ടത്, നന്നായി ഒന്ന് വെന്ത് കിട്ടുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് തീ കുറച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നമ്മൾ വറുത്തെടുക്കുക. ആ സമയത്തേക്ക് ഇതിന് മസാലയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് നന്നായി അരിഞ്ഞെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 2 കിലോ ചിക്കൻ വെക്കാനായിട്ട് ഞാനിവിടെ ഒരു 10 മുതൽ 12 വരെ സവോളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നന്നായി ചെറുതാക്കി അരിഞ്ഞു വെക്കണം. ഇനി ഒരു 2 തുടം വെളുത്തുള്ളിയും ഒരു 3 കഷ്ണം ഇഞ്ചി, ഒരു 10 മുതൽ 12 വരെ പച്ചമുളക്. ഈ പച്ചമുളകൊക്കെ നിങ്ങൾക്ക് എരിവ് നന്നായി വേണ്ടവർക്ക് കൂടുതൽ എടുക്കാം, 10-15 മുളക് എടുക്കാം. ഞാനൊരു 10-12 മുളക് എടുത്തിട്ട്, ചെറിയ മുളകായതുകൊണ്ടാണ് ഒരു 12-13 മുളക് എടുത്തിട്ടുണ്ട്. 2 തടം വെളുത്തുള്ളി നന്നാക്കിയത്, ഇഞ്ചി. ആദ്യം ഈ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ നന്നായി മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുക. പേസ്റ്റ് എന്ന് പറയേണ്ട അത്ര, എന്നാലും ചെറിയ കഷ്ണങ്ങളൊക്കെ കിടക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് അരച്ചതിന് ശേഷം ഈ പച്ചമുളക് ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്യുക. അപ്പം പച്ചമുളക് ഒരുപാട് അരഞ്ഞു പോവുകയില്ല.
എന്നാൽ എല്ലാ സാധനവും നല്ല ഫ്രഷായിട്ട് കിട്ടുകയും ചെയ്യും. ഇത് അരച്ചെടുക്കണം. ഇനി മസാലയ്ക്ക് തക്കാളി 4 തക്കാളിയാണ് ഞാനിവിടെ 2 കിലോ ചിക്കന് വേണ്ടി എടുത്തിരിക്കുന്നത്. തക്കാളി ചെറുതായി അരിഞ്ഞു വെക്കുക. ചിക്കൻ വറുത്ത് മൂത്ത് കോരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് തിരിച്ചു വരാം. നമ്മൾ ചിക്കനൊക്കെ നന്നായി വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ചിക്കൻ വറുത്ത എണ്ണ തന്നെ അതിൻ്റെ ആ തരിയൊന്നുമില്ലാതെ ഇവിടേക്ക് വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി. ഇനി നമ്മൾ മസാല തയ്യാറാക്കാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ നേരത്തെ കാണിച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് പേസ്റ്റ് നമ്മൾ ആദ്യം തന്നെ ആ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ ഇടുകയാണ്. ആ ചിക്കൻ വറുത്ത എണ്ണ ആയതുകൊണ്ടാണ് ഈ ചുവന്ന കളറുള്ളത്. ചിക്കൻ വറുത്ത ഉടനെ തന്നെ ആയതുകൊണ്ട് നമുക്ക് ആ എണ്ണ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ നല്ല ഫുൾ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയൊന്നും അല്ലല്ലോ. അപ്പോൾ അതേ എണ്ണയിലേക്ക് തന്നെ ആക്കി. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ഈ ഉള്ളി വഴറ്റുന്ന സമയത്ത് വേണച്ചാൽ കുറച്ച് എണ്ണയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി മൂത്ത് അതിൻ്റെ പച്ച മണമൊക്കെ അങ്ങ് മാറിക്കഴിയുമ്പോൾ നമ്മൾ അടുത്തത് നേരത്തെ അരിഞ്ഞ് വെച്ചാൽ ഞാൻ പറഞ്ഞു ഒരു 2 കിലോ ചിക്കൻ വെക്കാനായിട്ട് നമ്മൾ ഏതാണ്ട് ഒരു 10-11 വലിയ സവോളയാണ് നമ്മൾ എടുക്കുന്നത്. അത് ഞാനിവിടെ നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് മൂത്തതിൻ്റെ പച്ചമണമൊക്കെ അങ്ങ് മാറുമ്പോഴേക്കും നമ്മൾ ആ സവോള ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൽ കുറച്ച് എണ്ണയും കൂടെ വേണം. പിന്നെ നമ്മൾ കുറച്ചൊരു ഉപ്പും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഉള്ളി നന്നായിട്ടൊന്ന് വാടിക്കിട്ടും. നമ്മൾ ചിക്കനകത്തൊക്കെ ഉപ്പിട്ടിട്ടാണ് വറുത്തത്, അതുകൊണ്ട് ഒരുപാട് ഉപ്പിടരുത്. ഈ ഉള്ളി ഒന്ന് വാടാൻ കണക്കാക്കി ഉള്ള ഉപ്പ് മാത്രം നമ്മൾ ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് ഉപ്പ് ഇതിനകത്ത് ചേർത്തു, കുറച്ച് വെളിച്ചെണ്ണ ഇതിനകത്ത് ചേർത്തു. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് തീ കുറച്ചിട്ടിട്ട് നമുക്ക് ഇത് വാട്ടിയെടുക്കാം. ഫുൾ ഫ്ലെയിമിൽ ഇടുകയൊന്നും വേണ്ട. എന്നിട്ട് നമുക്ക് ചോറിന് വേണ്ട സാധനങ്ങളൊക്കെ ശരിയാക്കി എടുക്കാം. ആദ്യമായിട്ട് നമ്മൾ അരി കുതിരാനായിട്ട് ഇടണം. അപ്പോൾ അരി 1.5 കിലോ അരിയാണ് ഞാൻ വെക്കാൻ പോകുന്നത്. അപ്പോൾ 1.5 കിലോ അരി നിങ്ങൾ ഏത് പാത്രത്തിലാണോ അളക്കുന്നത് ആ പാത്രത്തിൻ്റെ അളവിൽ തന്നെ നമുക്ക് വെള്ളം എടുക്കണം. അപ്പോൾ അരി കുതിരാൻ ഇടുന്നതിന് മുമ്പേ അരി അളന്നിട്ട് വേണം നമ്മൾ വെള്ളത്തിൽ കുതിർത്താനിടുക. ഒരു 10-15 മിനിറ്റ് നമുക്ക് അരി കുതിരാനിടണം. എന്താ വെച്ചാൽ ഈ മസാല ഈ സവോളയൊക്കെ വഴന്ന് വരുന്ന സമയമാകുമ്പോഴേക്കും നമ്മളത് അടച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചോറ് റെഡിയാക്കാനുള്ള സമയമാവും. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ അവസാനത്തെ കുറച്ച് ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മളിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കിയത് ആദ്യം ഇട്ട് വഴറ്റി എന്നിട്ട് പച്ചമണമൊക്കെ മാറിയപ്പോൾ നമ്മൾ സവോള അരിഞ്ഞതിട്ട് വഴറ്റി സവോളയൊക്കെ നന്നായി പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ പുതിനയിലൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ കുറച്ച് അധികമൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പുതിനയില ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് വാടട്ടെ, ഒന്ന് ഇളക്കി കൊടുക്കാം. പുതിനയിലയുടെ ടേസ്റ്റ് വരുമ്പോഴാണ് ബിരിയാണിക്ക് അതിൻ്റെ ഒരു മണവും അതിൻ്റെ ഒരു രുചിയും ഒക്കെ വരുന്നത്. ഒരുപാട് വാടുമൊന്നും വേണ്ട പുതിന, കാരണം ഇനി നമ്മളിത് ദമ്മ് വെക്കണ സമയത്തേക്ക് ഇതിനകത്ത് ഇടുന്നതെല്ലാം നന്നായിട്ട് പാകത്തിനായി വരും. അപ്പം ഒരുപാട് വാടാൻ വെയിറ്റ് ചെയ്യുന്നു വേണ്ട. ഇനി നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് ബിരിയാണി മസാലയാണ്. ബിരിയാണി മസാല ഞാൻ ഉപയോഗിക്കുന്നത് ഈസ്റ്റേൺ ബിരിയാണി മസാലയാണ്. അതൊരു 2.5 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുക. ഞാൻ വേറെ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. ഈ ബിരിയാണി മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ. അതിട്ട് അതിൻ്റെ പച്ച മണമൊന്നും മാറിയിട്ടേ നമ്മൾ തക്കാളി ഇടുള്ളൂ. ആദ്യം തക്കാളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ബിരിയാണി മസാല ഇടുന്ന സമയത്ത് അത് മൂത്ത് കിട്ടൂല ശരിക്കും. അപ്പോൾ ഇതാ ബിരിയാണി മസാല നന്നായി മൂത്ത്
വന്നിട്ട് ആ പച്ചമണമൊക്കെ മാറി കഴിഞ്ഞിട്ടേ പിന്നെ നമ്മൾ തക്കാളി ചേർക്കുള്ളൂ. അപ്പോൾ ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്, ബിരിയാണി മസാല. ഇനി നമ്മൾ ഇതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയുടെ എണ്ണമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 തക്കാളിയാണ് ഞാൻ എടുത്തത്. 2 കിലോ കോഴിക്ക് കണക്കൊക്കെ വേണ്ടി. നിങ്ങൾക്ക് ഇതിൻ്റെ അളവൊക്കെ കുറച്ചിട്ട് ചെയ്യാം കേട്ടോ. അംഗങ്ങൾ കുറവുള്ള ആൾക്കാർക്ക് 1 കിലോ ചിക്കനും 1 കിലോ അരിയും ഒക്കെ വെച്ചിട്ട് ഇത് ചെയ്യാം. അളവൊക്കെ കുറച്ചാൽ മതി. 2 കിലോയ്ക്ക് എടുക്കുമ്പോൾ 4 തക്കാളി എടുക്കുമ്പോൾ 1 കിലോ എടുക്കുമ്പോൾ 2 തക്കാളിയൊക്കെ മതി. സവോളയൊക്കെ ഒരു 5 എണ്ണം മതി. നന്നായി ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ തക്കാളി വാടുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുകയൊന്നും വേണ്ട. ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ തക്കാളി അങ്ങോട്ട് വെന്തോളും. അപ്പോൾ തക്കാളി ഒന്ന് വാടിക്കോട്ടെ, നമുക്കൊന്ന് മൂടി വെക്കാം. എന്നിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ തക്കാളി ഇട്ടത് ആയിട്ടുണ്ടോ എന്ന് ഇടയ്ക്ക് ഇളക്കി നോക്കുക. തക്കാളിയൊക്കെ ഏതാണ്ട് വാടിയിട്ടുണ്ട്. മുഴുവൻ ഉടയാനൊന്നും നമ്മൾ നിൽക്കണ്ട. ഈ മസാലയ്ക്ക് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക എല്ലാവരും. വേണമെങ്കിൽ ഉപ്പ് കുറച്ചുകൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതിനകത്തേക്ക് ചിക്കൻ ഇടാൻ പോവാണ്. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ. ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം ഓർക്കണം കേട്ടോ. നമ്മൾ ചോറിനുള്ള അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴുകി വാരി അടച്ചിടണം. അതേപോലെ തന്നെ ചോറ് വെക്കാനുള്ള വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെക്കണം. തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ചോറ് വെക്കുന്നത്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ കണക്ക് 1 ഗ്ലാസ് അരിയാണ് നമ്മൾ എടുക്കണമെങ്കിൽ, കുക്കറിനകത്താണ് നമ്മൾ വേവിക്കുന്നതെങ്കിൽ ഒരു 1.5 ഗ്ലാസ് വെള്ളം നമ്മൾ 1 ഗ്ലാസ് അരിക്ക് എടുക്കണം. അതല്ല നമ്മൾ സാധാരണ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് വറ്റിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് എന്നുള്ള രീതിയിൽ നമ്മൾ വെള്ളം ഒഴിക്കണം. അപ്പോൾ ആ വെള്ളം അരി അളന്ന് അതേ പാത്രത്തിൽ വെള്ളം അളന്ന് നമ്മൾ തിളയ്ക്കാൻ വെക്കണം. ചോറിനുള്ള അരി കഴുകി വാരി അടച്ചു വിടണം. ഈ ചിക്കൻ്റെ മസാലകളൊക്കെ ആകുന്നതിനിടയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. നമുക്കിതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കന് നമ്മൾ ഇനി പ്രത്യേകിച്ച് ഇത് വേവാനൊന്നുമില്ല, കാരണം നമ്മൾ നന്നായിട്ട് വറുത്ത ചിക്കനാണ്. അപ്പോൾ മസാല എല്ലാം ഇട്ട് ഇളക്കി നമ്മൾ തീ കുറച്ച് വെക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോഴേക്ക് ഈ ചിക്കനകത്തേക്ക് ഈ മസാലകളെല്ലാം നന്നായിട്ട് പിടിക്കും. അത് തീ കുറച്ചിട്ടിട്ട് നമ്മൾ ചോറിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. നമ്മൾ ഈ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഈ ഉള്ളിയൊക്കെ ഇതിനകത്തേക്ക് നന്നായി ചിക്കനിൽ പിടിക്കുന്ന പോലെ ഇളക്കി കൊടുക്കാം. കാരണം നമ്മൾ ഈ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഇതിനകത്ത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. എല്ലാ സ്ഥലത്തും ചിക്കനിലേക്ക് ഈ ഉള്ളിയും മസാലകളൊക്കെ നന്നായിട്ട് പിടിക്കണം. നന്നായി ഇളക്കിയിട്ട് നമ്മളിത് മൂടി വെക്കണം. തീ കുറച്ചവിടെ ഇട്ട് വെച്ചിട്ട് നമുക്ക് ചോറിൻ്റെ പണികൾ തുടങ്ങാം. ചോറിന് വേണ്ടത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കഴുകി വാരി ഊറ്റി വെച്ചിരിക്കുന്ന അരിയാണിത്. ഒട്ടും വെള്ളമില്ല. ഇനി വറക്കാൻ വേണ്ടിയിട്ട് ഒരു 2 സവോള ഞാനിവിടെ വളരെ നേർത്തതായിട്ട് അരിഞ്ഞിട്ട്, ഇത് വറുത്ത് കോരേണ്ടതുകൊണ്ടാണ് അത്രയും നേർത്തതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് മുന്തിരി, ചോറിലേക്ക് വേണ്ടി ഒരു ഒറ്റ ക്യാരറ്റ് വളരെ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു പൈനാപ്പിളിൻ്റെ ഒരു 1/4 ഭാഗം ഞാൻ വളരെ ചെറുതാക്കി നുറുക്കി വെച്ചിരിക്കുന്നതാണ്. ഇത്രയും നമുക്ക് ചോറിലേക്ക് വേണ്ട സാധനമാണ്. പിന്നെ മല്ലിയില.
നമുക്കിനി അടുപ്പ് കത്തിക്കാം. പാത്രത്തിലെ വെള്ളമൊക്കെ നന്നായി വറ്റി. ഇനി നമുക്കിതിനകത്തേക്ക് നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 6 kg ആണ്. ഡാൽഡി ഒന്നും ചേർക്കുന്നില്ല, നെയ്യ് മാത്രമേ ഉപയോഗിക്കാനുള്ളൂ. ചിക്കൻ ഞാൻ വറുത്തത് മുഴുവനും വെളിച്ചെണ്ണയിലായിരുന്നു. ഒരു 3-4 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് നെയ്യ് ചൂടായിട്ട് വരട്ടെ. നെയ്യൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ആദ്യം തന്നെ കശുവണ്ടി കഴുകി വാരിയതാണ് ഞാനിത്. കഴുകുന്നത് നല്ലതാണ് കേട്ടോ. കശുവണ്ടി എത്രയായാലും അതിനകത്ത് കുറച്ച് ചെളിയൊക്കെ ഉണ്ടാവും. പിന്നെ പെട്ടെന്ന് എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ കരിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയും കുറവാണൊന്ന് കഴുകിയേ ഇട്ടാൽ. അല്ലെങ്കിൽ ചൂടായ എണ്ണയിലേക്ക് ഇടുമ്പോഴേക്കും കശുവണ്ടി അങ്ങോട്ട് മൂത്തങ്ങ് പോകും. അത് ഒഴിവാക്കാനും കഴുകുന്നത് നല്ലതാണ്. ഇനി അത് മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് ഓരോന്നും വേണ്ട. അതിനകത്തേക്ക് നമ്മൾ ഈ മുന്തിരി കഴുകി വാരിയത് ചേർത്ത് കൊടുക്കാം. രണ്ട് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമ്മൾ ഇത് കോരി എടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചെറുതായി വളരെ നേർമയിൽ അരിഞ്ഞിട്ടുള്ള സവാള, ഇത് 1.5 കിലോ ആയിരിക്കും. ഞാനൊരു 2 വലിയ സവാളയാണ് എടുത്തത്. ഇത് വഴറ്റല്ല ചെയ്യുക, നമ്മൾ മുരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് അവസാനം ചോറൊക്കെ ആയിക്കഴിഞ്ഞ് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തതിൻ്റെ കൂടത്തിൽ നമ്മൾ ഈ വറുത്തെടുത്ത ഉള്ളിയും കൂടെ ചേർത്ത് വേണം നമ്മൾ ദമ്മ് വെക്കാനായിട്ട്. ഇതിന് കുറച്ച് സമയം എടുക്കും. തീ കുറച്ചിട്ടിട്ട് ചെയ്യേണ്ട കാര്യമല്ല. നല്ല തീയിൽ സൈഡിലൊക്കെ വേഗം കരിഞ്ഞു പോകുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് അടുത്ത് നിന്ന് മാറാതെ ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ഈ ഉള്ളി വറക്കൽ. ഇത് വെച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോയാൽ തിരിച്ചു വരുമ്പോഴേക്കൊക്കെ കരിഞ്ഞ് പണിയായിട്ടുണ്ടാവും. അതുകൊണ്ട് ഇത് ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് വളരെ സൂക്ഷിച്ച് ഇതിൻ്റെ അടുത്ത് നിന്ന് ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് ഒക്കെ ചെയ്താൽ നന്നാവും. ഇവിടെ ഉള്ളിയൊക്കെ ഏതാണ്ട് മൊരിഞ്ഞ് നല്ല പാകത്തിനായിട്ടുണ്ട്. അധിക നേരം വെക്കണ്ട, കരിഞ്ഞു പോവും. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം, കോരി മാറ്റാം. നമ്മൾ ഇതിനകത്തേക്ക് ഇടാൻ പോകുന്നത്, ആദ്യമായിട്ട് ഇടുന്നത് പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, ഏതാണ്ട് ഒരു 4 കഷ്ണം പട്ട, ഒരു 7 ഗ്രാമ്പു, ഒരു 7 ഏലക്ക, പിന്നെ 2-3 തക്കോലം. ഇത് പൂവെന്നോ മറ്റോ ആണ് ഇതിന് വേറെന്തോ പേര് പറയണത്. തക്കോലം എന്നാണ് നമ്മൾ പറയാറ്. അപ്പോൾ ഇതാദ്യം ഇട്ട് കൊടുക്കുക. ഇത് തെറിക്കണ സാധനമാണ്, അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഉടനെ തന്നെ ക്യാരറ്റ് അരിഞ്ഞത് നമ്മൾ ഇട്ട് കൊടുക്കാം. ക്യാരറ്റൊന്നും മൂക്കൊന്നും വേണ്ട, ഒന്ന് വാടിയാൽ മതി. എണ്ണയിലേക്ക് ഇനി നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന നമ്മൾ അരിയാണ് ഇടുന്നത്.
അരി വറുത്തിട്ടാണ് നമ്മൾ വെക്കുന്ന, വെള്ളത്തിലേക്കല്ല ഇടുന്ന, ഈ എണ്ണയിലേക്ക് നെയ്യിലേക്കാണ് നമ്മൾ അരി ഇടുന്നത്. നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ ആ സ്റ്റീലിൻ്റെ തവി മാറ്റി മരത്തിൻ്റെ തവി എടുത്ത, കാരണം സ്റ്റീലിൻ്റെ തവി ആകുമ്പം ഈ അരി അങ്ങോട്ട് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കുന്നതാണല്ലോ. നെയ്യ് കുറവുണ്ടെന്ന് തോന്നിയാൽ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ നമുക്കറിയാം ഈ അരി മുഴുവനും നെയ്യിലായിട്ടില്ലെങ്കിൽ ഒരു ഇത്തിരി നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക അതിനകത്ത്. ഇത് ഇളക്കി ഈ അരി ഇങ്ങനെ പൊട്ടാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായി ഇളക്കി നമ്മളിട്ട നെയ്യിലേക്ക് ഈ അരിനെ മുഴുവനാക്കുക. ഒരു സ്പൂൺ നെയ്യും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. തീ നന്നായി കുറച്ചിട്ടിട്ടാണ് കേട്ടോ ഞാനിത് ഇളക്കുന്നത്. അരി ഇങ്ങനെ നല്ല പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇളക്കുമ്പോൾ അരി പൊടിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ. നമ്മൾ ഒരുപാട് ബലം പ്രയോഗിച്ചിട്ട് ഇളക്കുകയും ചെയ്യരുത്. ഒരു മയത്തിലൊക്കെ ഇങ്ങനെ ഇളക്കി വറുത്തെടുക്കുക. ഇത് ഇളക്ക് നിർത്തി നമ്മളൊന്ന് വെച്ചിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ അരി ഇങ്ങനെ ഈ ചോളമൊക്കെ പൊട്ടുന്ന പോലെ ഇങ്ങനെ പൊട്ടുന്നുണ്ടാവും. അതാണ് ഈ അരി മൂത്തതിൻ്റെ ഒരു കണക്ക്. നമുക്കതുവരെ വെയിറ്റ് ചെയ്യാൻ, നല്ലപോലെ ഒന്ന് മൂക്കട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് തിളപ്പിച്ച് വെച്ച വെള്ളം ഒഴിക്കാം. ഞാൻ ആ വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞൊക്കെ ഓർക്കണം. കുക്കറിലാണ് വെക്കുന്നത്, അതുകൊണ്ട് ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്നുള്ള രീതിയിലാണ് വെള്ളം എടുത്തിട്ടുള്ളൂ. നിങ്ങൾ കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല കലത്തിൽ വേറെ സെപ്പറേറ്റ് പാത്രത്തിൽ വെച്ച് മൂടി വെച്ച് വേവിക്കുന്ന രീതിയിലാണെങ്കിൽ ഇരട്ടി വെള്ളം വെച്ച് വെള്ളം വറ്റിച്ചെടുക്കുക. നമുക്ക് വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇപ്പം മുഴുവൻ ഇടുന്നതിന് മുമ്പ് ഒന്ന് ഇളക്കി നോക്കി പാകത്തിനാണോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കുക, പാകത്തിനുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇനി നമ്മൾ അടുത്തത് ഇടുന്നത് പൈനാപ്പിളാണ്. ഞാൻ 1 കപ്പോളം ഉണ്ട് പൈനാപ്പിൾ. അതിനകത്ത് ഒരു 3/4 ഭാഗം പൈനാപ്പിൾ അരിഞ്ഞത് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ടു. ഒന്ന് നന്നായിട്ട് ഇളക്കുക. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. വേഗം തന്നെ കുക്കർ അടയ്ക്കണം. ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ കുക്കർ അടച്ച് വെക്കുക. ഒരൊറ്റ വിസിലാണ് കുക്കറിൽ വേവിക്കുന്നതിൻ്റെ കണക്ക്. ഒരൊറ്റ വിസിൽ വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെച്ചോണ്ടിരിക്കാനേ പാടില്ല. വിസിൽ മാറ്റി സ്റ്റീം ഫുള്ള് നമ്മൾ കളഞ്ഞിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് സ്റ്റീമൊക്കെ കളഞ്ഞ് തുറക്കാം.
നമുക്ക് തുറന്നു നോക്കാം. ചോറ് നന്നായിട്ട് വെന്ത് പാകമായിട്ടുണ്ട്. ഇനി നമ്മളിത് ദമ്മ് വെക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ദമ്മ് വെക്കാനായിട്ട് സാധാരണ നമ്മൾ പുറത്ത് വിറകടുപ്പിലാണ് വെക്കുന്നതെങ്കിൽ ആ കനലൊക്കെ ഇട്ടിട്ടാണ് സാധാരണ ദമ്മ് വെക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോലെ ഇങ്ങനെ ഈ ഗ്യാസ് സ്റ്റവിലൊക്കെ ഉണ്ടാക്കുന്നവർക്ക് അതിനൊന്നുള്ള സാധ്യതകളില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്ന എന്താ വെച്ചാൽ പഴയ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി, ഞാൻ പണ്ട് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സാധനമാണ്. ഒന്നിനും പറ്റാതെ പിടിക്കുന്ന ഒരു പരുവൊക്കെ വരുമ്പോൾ നമ്മൾ അതിനെ ഉപേക്ഷിക്കാറാണല്ലോ പതിവ്. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ ചീനച്ചട്ടി, അത് ഈ ബിരിയാണി ദമ്മ് വെക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. ആ ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ച് നല്ലപോലെ അങ്ങ് ചൂടാക്കും. ഇരുമ്പിൻ്റെ ചട്ടിയാണ്. നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവും അങ്ങനെ പഴയത് വേറെ ഒന്നിനും പറ്റാത്ത ഒരു ചട്ടി. അത് അടുപ്പത്ത് വെച്ച് നന്നായി അങ്ങോട്ട് ചൂടാക്കുക. അതവിടെ ഇരുന്ന് ചൂടാവട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മളെ വെച്ചിരിക്കുന്ന ചിക്കൻ അതിൻ്റെ മേലേക്ക് എടുത്ത് വെക്കുക. നമുക്കിതിനകത്തേക്ക് നമ്മളാക്കി വെച്ചിരിക്കുന്ന ചോറ് ഒരു ലെയർ ചേർത്ത് കൊടുക്കണം. പിന്നെ ഈ ചിക്കൻ്റെ മേലെ നമ്മൾ നേരത്തെ മല്ലിയില ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ആ മല്ലിയില ഒന്ന് നമ്മൾ അരിഞ്ഞു വെച്ചതിൻ്റെ ഒരു പകുതി മല്ലിയില ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ചോറ് ചേർക്കുക. ഒരു ലെയർ ചോറ് നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ഉള്ളി കുറച്ചിടുക. കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് നേരത്തെ വെച്ചിരുന്നത് അത് കുറച്ചിടുക. ഒരു ഇത്തിരി മല്ലിയില ഇട്ട് കൊടുക്കുക. കുറച്ച് പൈനാപ്പിൾ, നമ്മൾ നേരത്തെ ഇട്ടതിൻ്റെ ബാക്കി പൈനാപ്പിളാണ്. അടുത്ത ലെയർ നമ്മൾ ചോറിടാം. വീണ്ടും ചോറിട്ട് നല്ലോണം പരത്തി എല്ലാ ഭാഗത്തേക്കും. അടുത്ത ലെയറും നമ്മൾ ചോറിട്ട് കഴിഞ്ഞു. അതിൻ്റെ മേലെ ഒരു കുറച്ച് നെയ്യ്, 2 കിലോ അരിക്ക് ഏതാണ്ട് ഒരു 200 ഗ്രാമിൻ്റെ അടുത്ത് നെയ്യ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ഡാൽഡയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇടാത്തതുകൊണ്ടാണ് നെയ്യ് മാത്രം നമ്മൾ ഇത്രയും അധികം ചേർക്കേണ്ടി വരുന്നത്. ഇതിനകത്തേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വറുത്ത ഉള്ളി, പൈനാപ്പിള്, മല്ലിയില നന്നായി അടച്ച് വെക്കുക. തീ കുറച്ചിട്ടിട്ട് വേണം വെക്കാൻ. അടച്ചിട്ടിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ, സാധാരണ ഇതിൽ ദം ചെയ്യുമ്പോൾ നമ്മൾക്ക് കുറേ രാവിലെ വെച്ച് ഉച്ചയ്ക്കൊക്കെ എടുക്കേണ്ടതൊക്കെയാണ് മൈദയോ ഗോതമ്പോ കുഴച്ച് നല്ല കട്ടിക്ക് പരത്തി അതിൻ്റെ മേലെ ഈ അടപ്പ് വെക്കുക. ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, കാരണം നമുക്കിതിപ്പോൾ എടുക്കാനായ സാധനമാണ്. അപ്പം ഇതിൻ്റെ മേലെ നല്ലൊരു വെയിറ്റ് കയറ്റി വെക്കുക. എന്നിട്ട് തീ കുറച്ച് അവിടെ ഇട്ട് വെക്കുക. ഇത് വിളമ്പണ സമയത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്താണ്. ഒരു 10-15 മിനിറ്റായി നമ്മൾ ദമ്മ് വെച്ചിട്ട് ഈ വെയിറ്റൊക്കെ എടുത്ത് ഞാൻ മാറ്റി. നമുക്ക് നോക്കാം. ബിരിയാണി സെർവ് ചെയ്യാൻ പാകത്തിനായിട്ടുണ്ട്. ഈ ബിരിയാണി എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻസിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അന്നമാസ് അടുക്കളയിൽ ഇന്നത്തെ സ്പെഷ്യൽ വിഭവം ചിക്കൻ ബിരിയാണി. താങ്ക് യു.